ഏതൊക്കെ പ്രതിസന്ധികളുടെ നടുവിലൂടെ നടന്നു പോകേണ്ടി വന്നാലും അല്ല നമ്മുടെ കൂടെ ഉണ്ടല്ലോ. ആറ്റം ബോംബിനേക്കാൾ പവറുള്ള ഒരു ആയുധമുണ്ട് എന്റെ പ്രിയമുള്ളവരെ. ഒരു മുസ്ലിമിന്റെ കാൽച്ചുവട്ടിൽ കിടക്കുന്നോ 5 നേരം അല്ലാഹുവിന്റെ പള്ളിയിൽ നിന്ന് ബാങ്ക് വിളിക്കുമ്പോ പള്ളിയിൽ പോയി പടച്ചറപ്പിന്റെ മുന്നിൽ സുജൂദ് ചെയ്യുന്ന ഒരു യഥാർത്ഥ വിശ്വാസിയുടെ കാലിന്റെ ചുവട്ടിൽ കിടക്കുന്ന ഒരു പിടി മണ്ണ് ആറ്റം ബോംബിനേക്കാൾ പവറുള്ളതാക്കാൻ കഴിവുള്ള റബ്ബ് നമ്മുടെ കൂടെ ഉള്ളപ്പോ എന്തിനാ സഹോദരാ ഭയപ്പെടുന്നത്? എന്തിനാ പേടിക്കുന്നത്? അതുകൊണ്ട് മുത്തുനബി അവിടെ നിന്ന് പറഞ്ഞു കൊടുത്ത 3ാമത്തെ കാര്യം, അബൂബക്കർ അല്ല നമ്മുടെ കൂടെയില്ലോ, അല്ല നമ്മുടെ കൂടെയില്ലോ. എന്റെ സഹോദരാ, തവക്കലാണ് നമുക്ക് വേണ്ടത്. പടച്ചവനെ പരമേൽപ്പിക്കുന്ന ഒരു ഈമാനാണ് നമുക്ക് വേണ്ടത്. അല്ലാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. തവക്കൽ എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. റബ്ബിനെ അങ്ങ് ഏൽപ്പിക്ക കാര്യങ്ങൾ. അള്ളാഹിനെ ഏൽപ്പിച്ച അള്ളാഹു നമ്മളെ സഹായിക്കും. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അബൂബക്കർ തങ്ങള് ഗുഹയ്ക്കകത്തിരുന്നിട്ട് കൈകാലങ്ങിട്ട് വിറയ്ക്കാൻ നബി ചോദിച്ചു, എന്താ അബൂബക്കറെ? നബിയെ വാളും പിടിച്ചോണ്ടതോ മോളി നിക്കണ നബിയെ. നബിയെ അവനൊന്ന് താഴേക്ക് നോക്കിയാൽ മതി, നമ്മളെ കാണും, കൊന്നുകളയും നബിയെ. പേടിച്ചുകൊണ്ട് പറയുമ്പോ മുത്തുനബി ചിരിച്ചുകൊണ്ടേക്ക്, അല്ല നമ്മുടെ കൂടെ ഇല്ലേ? അല്ല നമ്മുടെ കൂടെ ഇല്ല, എന്തിനാ പേടിക്കണേ? ഓൻ കാലി നോക്കണമെങ്കിൽ അല്ല തീരുമാനിക്കണ്ടേ? സഹോദര, ഇതാണ് നമുക്കിന്ന് നഷ്ടപ്പെട്ടു പോയ ഏറ്റവും വലിയ കാര്യം. ഇന്ന് നമുക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ആർക്കും അള്ളാഹിനെ കുറിച്ചിട്ടങ്ങോട്ടൊരു വിശ്വാസം ഇല്ല. എല്ലാം അവനവന്റെ കാര്യം, അപ്പന ഇതെന്റെ സ്വന്തം കാര്യം, എല്ലാം നമ്മൾ തന്നെ ഏറ്റെടുത്തിരിക്കതല്ല. റബ്ബിനെ പരമേൽപ്പിച്ചു കഴിഞ്ഞാൽ അള്ളാഹു നമ്മളെ കൈവിടൂല. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. എത്ര വലിയ പ്രതിസന്ധി, ഏത് പ്രയാസത്തിലും, എത്ര വലിയ വിപത്തിലും, ഏത് പരീക്ഷണത്തിലാണെങ്കിലും അള്ളാഹുവിനെ പരമേൽപ്പിച്ചു കഴിഞ്ഞാൽ പടച്ചവൻ കൈവിടൂല. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. പറ ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ്. ഇങ്ങനെ പറഞ്ഞ തവക്കൽതു അലല്ലാഹ് പറങ്ങട്ട് ഈമാനോടെ പറ. ഏതൊരു കാര്യം അങ്ങോട്ട് ഏൽപ്പിച്ചു കഴിഞ്ഞാൽ ഉഷാർ. അൽഹംദുലില്ലാഹ്. അള്ളാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. ഒന്ന് പറഞ്ഞ് ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ്. പോരാതെ മനസ്സുകൊണ്ട് പറ, നാവ് കൊണ്ട് വേണ്ട, മനസ്സുകൊണ്ട് അങ്ങോട്ട് പറ. ഏത് കാര്യം, അല്ലാ ജോലിക്ക് പോവാ, അവിടെ ചോനെ നോക്കിക്കോണം, കച്ചവടത്തിന് പോവാ, അല്ലാ നോക്കിക്കോണം. ഏത് കാര്യത്തിന് ഇറങ്ങുമ്പോ ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ്. പരീക്ഷയ്ക്ക് പോകുമ്പോ, സ്കൂളിൽ പോകുമ്പോ, കച്ചവടത്തിന് പോകുമ്പോ, വാഹനത്തിൽ കയറുമ്പോ, ഏത് കാര്യത്തിന് പോകുമ്പോഴും അള്ളാനെ ഏൽപ്പിച്ചിട്ട് അങ്ങോട്ട് പോ, പടച്ചോ നോക്കിക്കോളൂ എല്ലാം. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, മഹാനായി നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ നിന്നിറങ്ങി 3 ദിവസത്തോളം അതിന്റെ അകത്ത് താമസിച്ചിട്ട് മുത്തുനബി ഇറങ്ങിയിട്ട് അല്ലാഹുവിന്റെ റസൂല് അതാ പർവ്വതത്തിന്റെ മുകളിലേക്ക് കയറി നിന്നു. അള്ളാഹുവിന്റെ റസൂൽ ഇങ്ങനെ മക്കയിലേക്ക് നോക്കി. മക്കയുടെ ഭാഗത്തേക്ക്, കിബിലയുടെ ഭാഗത്തേക്ക് തിരിഞ്ഞു നിന്നിട്ട് അള്ളാഹിന്റെ റസൂല് കരയാൻ തുടങ്ങി. മുത്തുനബിയുടെ കണ്ണ് നിറഞ്ഞൊഴുകാൻ തുടങ്ങി. അള്ളാഹുവിന്റെ പ്രവാചകൻ അവിടുന്ന് വിളിച്ചു പറഞ്ഞു മക്കയോട്, നിന്നെ പിരിയാൻ എനിക്ക് മനസ്സില്ല. ജനിച്ചു വളർന്ന നാടിനോട് മുത്തുനബി പറയുകയാ, നിന്നെ വിട്ടു പിരിയണമെന്ന് എനിക്ക് ആഗ്രഹമില്ല. എനിക്ക് വല്ലാത്ത വേദനയുണ്ട്. എനിക്ക് നിന്നെ വിട്ടു പോകണമെന്ന് ആഗ്രഹമില്ല. പക്ഷേ നിന്റെ നാട്ടുകാര് സമ്മതിക്കുന്നില്ല. അതുകൊണ്ട് ഒരു അവസ്ഥയും ഒരു വഴിയും ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ പോകുന്നത് എന്ന് മക്കയെ നോക്കിയിട്ട് മുത്തുനബി കരഞ്ഞുകൊണ്ട് പറഞ്ഞിട്ടാ നടന്നതെന്ന് ചരിത്രം പഠിപ്പിക്കുന്നു. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. എന്റെ പ്രിയമുള്ളവരെ, ഇന്നത്തെ കാലഘട്ടവുമായി ചിന്തിച്ചു നോക്ക്. നാളെ നമ്മുടെ അവസ്ഥയും ഇതൊക്കെ തന്നെയാണ്. വാരി കെട്ടിയിട്ട് എല്ലാവരും പുറത്തേക്ക് പോകാൻ പറയുന്നൊരു കാലത്താണ് നമ്മളും ജീവിക്കുന്നത്. ഇത് നിന്റെ നാടല്ല, നീ വേറെ ഏതെങ്കിലും നാട്ടിലേക്ക് പൊക്കോ എന്ന് പറയുന്നൊരു കാലഘട്ടം. എന്റെ പ്രിയമുള്ളവരെ, 1400 വർഷങ്ങൾക്ക് മുമ്പ് മുത്തുനബി നേരിട്ട് ഇതേപോലെ ഒരു അവസ്ഥയാ. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, അങ്ങനെ പ്രവാചകൻ മക്കയോട് സലാം പറഞ്ഞു പിരിഞ്ഞു. മുത്തുനബി മദീനത്തേക്ക് കടന്നു പോകുകയാ. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനയിലേക്ക് കടന്നു പോകുകയാ. മദീന നിവാസികൾ മുഴുവനും മുത്തുനബിയെ സ്വീകരിക്കാൻ, മുഹാജിരീങ്ങളെ സ്വീകരിക്കാൻ അൻസാറുകൾ മുഴുവനും തയ്യാറായി. മരത്തിന്റെ മുകളിൽ കയറിയിട്ട്, ഈന്തപ്പന മരത്തിന്റെ മുകളിൽ കയറിയിട്ട് ഇങ്ങനെ കാത്തു നിൽക്കുകയാ. ആദ്യം എനിക്ക് കാണണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു രണ്ടുപേരും വരുന്നത് മുത്തുനബി അങ്ങനെ ആരും കണ്ടിട്ടില്ല. മദീനക്കാരധികം പേരും കാണാത്തവരായതുകൊണ്ട് അള്ളാന്റെ റസൂലിനെ കാണാനും മരത്തിന്റെ മുകളിലേക്ക് കയറിയിട്ട് ഇങ്ങനെ ഇരിക്കുകയാ. അപ്പോഴാണ് ആരോ മരത്തിന്റെ മുകളിൽ നിന്ന് വിളിച്ചു പറയുന്നു, അതാ വരുന്നു മഹാനായ നബി മുഹമ്മദ് മുസ്തഫ
സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കടന്നു വരുന്നു. പടച്ചവനെ, മദീന നിവാസികൾക്ക് പെരുന്നാളിന്റെ ആഘോഷമാണ്.